നമസ്കാരം. ശുഭദിനത്തിലേക്ക് സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഈ 28ാമത്തെ ചതുർയുഗം 4 യുഗം കൂടിയതായിട്ടുള്ളതാണ്. അതിൽ അവസാനത്തേതായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കരിദിന സംഖ്യ വരുന്നത് 18,72,527ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവൻ സ്വർഗാരോഹണം ചെയ്ത കാലം മുതൽക്കാണ് ദിവസം മുതൽക്കാണ് കരിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 27-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 22-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 13-ാം തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ്. രാത്രി 11:34 വരെയാണ് നവമി. അതിനുശേഷം ദശമിയാണ്. നക്ഷത്രം വരുന്നത് മകം നക്ഷത്രമാണ്. വൈകിട്ട് 7:38 വരെയുള്ള സമയത്താണ് മകം. അതിനുശേഷം പൂരം നക്ഷത്രമാണ്. കരണം വരുന്നത് കഴുതക്കരണമാണ്. രാവിലെ 11 മണി 11 മിനിറ്റ് വരെയാണ് കഴുതക്കരണം. നിത്യയോഗം ഉദയത്തിൽ വരുന്നത് ബ്രാഹ്മനാമ നിത്യയോഗമാണ്. 6:57 വരെയുള്ള സമയത്ത് മാത്രമാണ് ബ്രാഹ്മനാമ നിത്യയോഗമുള്ളത്. വിശാഖം ഞാറ്റുവേലയാണ്. 2 ആഴ്ച കാലമാണ് ഒരു ഞാറ്റുവേല. 72 ഞാറ്റുവേലകളാണ് ഒരു വർഷമുള്ളത്. ഋതു വരുന്നത് ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ദിവസം വ്യാഴം ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6 മണി 20 മിനിറ്റ് 44 സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5 മണി 55 മിനിറ്റ് 34 സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 34 മിനിറ്റ് 50 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി 35 മിനിറ്റ് മുതൽക്ക് തുടങ്ങിയിട്ട് 3 മണി 1 മിനിറ്റ് വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:14 മുതൽക്ക് 10 മണി 41 മിനിറ്റ് വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:20 തുടങ്ങി 7:47 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആയകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുണ്ട്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് രാവിലെ 11:44 തുടങ്ങി 12:06 വരേക്കും തുടർന്ന് 12:10 മുതൽക്ക് 12:32 വരെയും ആണ്. 11:44 മുതൽക്ക് 12:32 വരെയാണ് അഭിജിത് മുഹൂർത്തം. മധ്യത്തിൽ 4 മിനിറ്റ് സന്ധി ആകെ കൊണ്ട് വർജിക്കുന്നതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം തിരുവോണം അവിട്ടം. ഈ അവിട്ടത്തിൻ്റെ ആദ്യത്തെയും 2ാമത്തെയും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം ഒരു പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. അവർ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്ര അങ്ങനെയുള്ളതൊക്കെ ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് മകം നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. എന്നാൽ പിതൃകാര്യങ്ങൾ ചെയ്യുക, ജലാശ്രയ കാര്യം, ജലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ശത്രു ദമനകൃത്യം, സർപ്പസംബന്ധമായിട്ടുള്ളതും അതുപോലെ വിഷമായിട്ട് ബന്ധപ്പെട്ടതും സാഹസകർമ്മങ്ങൾ, കപടകർമ്മങ്ങൾ ഇതൊക്കെയാണ് വിവാഹത്തിന് അനുകൂലമാണ്. മറ്റ് എല്ലാം തന്നെ മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ മകം നക്ഷത്രം വിധിച്ചിട്ടില്ല. നവമി ആണ് തിഥി. കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ്. അതും അനുകൂലമായിട്ടുള്ള ഒന്നല്ല. നവമി തിഥിക്ക് നൃത്തം അത് അഭ്യസിക്കാം. യുദ്ധ കാര്യങ്ങൾ, അസ്ത്രശസ്ത്രങ്ങൾ ധരിക്കുക അഥവാ അത് പരിഗ്രഹിക്കുക, വാസ്തുകർമ്മം, ശില്പകർമ്മം, അതുപോലെ ചൂത്, വിഷം, അസ്ത്രം മുതലായിട്ടുള്ള ശസ്ത്രം മുതലായിട്ടുള്ളവയെ സംയോജിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ഇതൊക്കെയാണ് നവമി തിഥിക്ക് അനുകൂലമായിട്ടുള്ള. മറ്റു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. നമസ്കാരം.